ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ ജീതു. പെരിയോയുടെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണിപ്പോൾ. ഡെൻ്റൽ ഇംപ്ലാൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആസ് ഓൾവേസ് ഞാൻ കറൻസ 13th എഡിഷനാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇംപ്ലാന്റിൽ നിന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കതിൻ്റെ ബേസിക്സ് ഒക്കെ എപ്പോഴും വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് കീപ്പ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. റൈറ്റ്? സോ ഗോയിങ് ഇൻ ടു പ്രസൻറ്റേഷൻ. ഇംപ്ലാന്റ് ജിയോമെട്രി. ഇംപ്ലാന്റിൻ്റെ ജിയോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇംപ്ലാന്റിൻ്റെ മാക്രോ ഡിസൈനാണ്. അത് ഏതൊരു ഇറ്റ് ക്യാൻ ബി എൻഡോഷ്യസ്. എൻഡോഷ്യസ് എന്ന് പറഞ്ഞാൽ പ്ലേസ്ഡ് ഇൻ ടു ദ ബോൺ. അത് 6 ടൈപ്പ് ഉണ്ട്. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ബ്ലേഡ് ലൈക്ക്, പിൻസ്, റൂട്ട് ഫോം സിലിണ്ടറിക്കൽ, ഡിസ്ക് ലൈക്ക്, സ്ക്രൂ ഷേപ്ഡ്, ടേപ്പേർഡ് ആൻഡ് സ്ക്രൂ ഷേപ്ഡ് ഒക്കെ ആവാം. സബ്പെരിയോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം ഫ്രെയിം വർക്ക് ഉണ്ട് the subperiosteal implants, and they are adapted to the surface of the jaw bone and into the bone alla endocyous pole. It is adapted on the surface of the bone. Transmandibular implant ennu parna they are long rods or posts which are placed through the anterior mandible. Transmandibular ennu parayumbol thanne namakku trans means through. appo ഇത് ത്രൂ ദ മാൻഡിബിൾ ഇൻ ദ ആൻറ്റീരിയർ മാൻഡിബിളിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദേ ആർ ലോങ് റോഡ്സ് ഓർ ദേ ആർ പോസ്റ്റ്സ്. അപ്പോൾ ബേസിക്കലി 3 ടൈപ്പാണ് ഉള്ളത്: എൻഡോഷ്യസ്, സബ്പെരിയോസ്റ്റൽ ആൻഡ് ട്രാൻസ് മാൻഡിബുലർ. ഇത്രയും ടൈപ്സ് ഒക്കെ ഉണ്ടെങ്കിലും ദ മോസ്റ്റ് കോമൺ ഇംപ്ലാന്റ് ഡിസൈൻ യൂസ് ടുഡേ ഇസ് ദ സ്ക്രൂ ഷേപ്ഡ് ഓർ ദ ത്രെഡഡ് സിലിണ്ടറിക്കൽ ഇംപ്ലാന്റ്. നമ്മൾ ഏത് ഇംപ്ലാന്റിൻ്റെ പിക്ചർ എടുത്ത് നോക്കിയാലും ഇറ്റ് വിൽ ബി എ സ്ക്രൂ ഷേപ്ഡ് എൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു ത്രെഡഡ് സിലിണ്ടറിക്കൽ ഇംപ്ലാന്റ് ആയിരിക്കും. ഇറ്റ് എൻഗേജസ് ദ ബോൺ ആൻഡ് ഇറ്റ് അച്ചീവ്സ് എ ഗുഡ് പ്രൈമറി സ്റ്റെബിലിറ്റി. മെജോറിറ്റി ഓഫ് ദ ഇംപ്ലാന്റ്സും പാരലൽ വോൾഡ് ആയിരിക്കും. അത് റിട്ടൻഷനിൽ ഭയങ്കരമായിട്ട് ഇംപ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യും. ടേപ്പേർഡ് ഇംപ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇമീഡിയറ്റ് ഇംപ്ലാന്റ്സ് ഒക്കെ വെക്കില്ലേ, എക്സ്ട്രാക്ഷൻ സോക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ തന്നെ ഒരു ഇംപ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ മേ ബി ഇൻ ദോസ് കേസസ് വി ക്യാൻ യൂസ് ടേപ്പേർഡ് ഇംപ്ലാന്റ്സ്. അതർവൈസ് മോസ്റ്റ്ലി പാരലൽ വോൾഡ് ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ജിയോമെട്രി അല്ലെങ്കിൽ ഇംപ്ലാന്റ് മാക്രോ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇംപ്ലാന്റിൻ്റെ മൈക്രോ ഡിസൈൻ പഠിക്കണം. ഇംപ്ലാന്റിൻ്റെ മൈക്രോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇംപ്ലാന്റ്. ഇംപ്ലാന്റിന് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് അഡിറ്റീവ് പ്രോസസ്സസ് ആൻഡ് വി ഹാവ് സബ്ട്രാക്റ്റീവ് പ്രോസസ്സസ്. അഡിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ ഫ്രം ദ ടേം ആഡിങ് സം മെറ്റീരിയൽസ് ഓർ കെമിക്കൽസ് ടു ദ എക്സിസ്റ്റിംഗ് സർഫസ്. അത് ഇറ്റ് ക്യാൻ ബി മിനറൽ കോട്ടിങ്സ്, ഇറ്റ് ക്യാൻ ബി പ്ലാസ്മ സ്പ്രേയിങ്, ബയോ കോട്ടിംഗ് വിത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഫ്ലൂറൈഡ്സ്, അല്ലെങ്കിൽ സം പെർട്ടിക്കുലേറ്റ്സ് ഓർ സിമൻസ് കണ്ടെയ്നിങ് കാൽഷ്യം, ഫോസ്ഫേറ്റ്സ്, സൾഫേറ്റ്സ്, കാർബണേറ്റ്സ്. ഇങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇംപ്ലാന്റ് സർഫസിനെ കോട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എ അഡിറ്റീവ് process to improve the micro design of the implant. ബയോ കോട്ടിംഗ് വിത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ എസ്പെഷ്യലി ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ഈ ഇംപ്ലാന്റിൻ്റെ ത്രെഡ്സിൻ്റെ ഇടയ്ക്കോട്ട് ബോൺ ഗ്രോത്ത് ഉണ്ടായിട്ട് ആ ഇൻ്റർലോക്കിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ളത് സബ്ട്രാക്റ്റീവ് പ്രോസസ്സസ്. സബ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവിങ് ഓർ ഓൾട്ടറിങ് ദ എക്സിസ്റ്റിംഗ് സർഫസ്. എക്സിസ്റ്റിംഗ് സർഫസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ മെറ്റീരിയൽ, ഇംപ്ലാന്റ് മെറ്റീരിയൽ ക്യാൻ ബി റിമൂവ്ഡ് ബൈ മെഷീനിങ്, മെഷീൻ കട്ട് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആസിഡ് വെച്ച് എച്ചിങ് ചെയ്യാം, ആൻഡ് ബ്ലാസ്റ്റിംഗ്, സാൻഡ് ബ്ലാസ്റ്റിംഗ് ഒക്കെ പോലെ ബ്ലാസ്റ്റിംഗ്. സോ മെഷീനിങ്, ആസിഡ് എച്ചിങ് ഓർ ബ്ലാസ്റ്റിംഗ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടെക്നിക്സ്. സോ അഡിറ്റീവ് ആൻഡ് സബ്ട്രാക്റ്റീവ് പ്രോസസ്സസ് വെച്ച് ഇംപ്ലാന്റ് മൈക്രോ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. Coming to chemical composition of implants. CP titanium or commercially pure titanium അല്ലെങ്കിൽ titanium alloys ആണ് നമ്മളിപ്പോൾ ഇംപ്ലാന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടൈറ്റാനിയം ഇസ് എ റിയാക്റ്റീവ് മെറ്റൽ. വിത്ത് നാനോ സെക്കൻഡ്സ് ഓഫ് ഇറ്റ്സ് എക്സ്പോഷർ ടു എയർ അത് ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് ഈ ഓക്സൈഡ് ലെയർ ഒരു പാസീവ് ലെയറായിട്ട് ടൈറ്റാനിയത്തിനെ കവർ ചെയ്യും. സോ ദാറ്റ് ദിസ് ടൈറ്റാനിയം ബിക്കംസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ. പിന്നെ ഈ ടൈറ്റാനിയം സർഫസ് റഫർ ദ ബെറ്റർ. സർഫസ് എപ്പോഴൊക്കെ റഫാവുന്നോ ദർ ഇസ് ഇൻക്രീസ്ഡ് റിലീസ് ഓഫ് ഫൈബ്രോനെക്റ്റിൻ, PGE2 ആൻഡ് TGF-β പോലത്തെ ഗ്രോത്ത് എൻഹാൻസിങ് ഫാക്ടേഴ്സ് ഈ റഫ് സർഫസിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ബയോളജിക് വിഡ്ത്ത്. ഒരു ടൂത്തിൻ്റെ ബയോളജിക് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഇറ്റ്സ് ജംഗ്ഷണൽ എപ്പിത്തീലിയം പ്ലസ് ഇറ്റ്സ് കണക്റ്റീവ് ടിഷ്യൂ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത് 2.04 ആണ്. ദാറ്റ് ഈസ് 1.07 പ്ലസ് 0.97. അങ്ങനെയാണ് നമുക്ക് 2.04 കിട്ടുന്നത്. ഇൻ ആൻ ഇംപ്ലാന്റ് ദ ബയോളജിക് വിഡ്ത്ത് ഇസ് 3 to 4 millimeters. ബയോളജിക്കൽ വിഡ്ത്തിൻ്റെ ഡയമെൻഷൻ കൂടുതലാണ്. വെയർ 2 millimeters ഇസ് ദ എപ്പിത്തീലിയൽ അറ്റാച്ച്മെൻറ്റ് ഓർ ദ ജംഗ്ഷണൽ എപ്പിത്തീലിയൽ അറ്റാച്ച്മെൻറ്റ് ആൻഡ് 1 to 2 millimeters ഇസ് ദ സൂപ്രാക്രിസ്റ്റൽ കണക്റ്റീവ് ടിഷ്യൂ സോൺ. നമ്മൾ ഓർത്തിരിക്കണം, ഇംപ്ലാന്റിൽ ബയോളജിക് വിഡ്ത്തിൻ്റെ ഡയമെൻഷൻ നാച്ചുറൽ വിഡ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഇറ്റ് ഇസ് 3 to 4 millimeters.
അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു ന്യൂമറിക്കലാണ് ഒരു എക്സ്റ്റേണലി ഹെക്സ്ഡ് ഇംപ്ലാന്റിൻ്റെ, എക്സ്റ്റേണൽ ഹെക്സ് എന്താണെന്ന് പറഞ്ഞു തരാമേ, ഇംപ്ലാന്റിൻ്റെ നോർമൽ റീമോഡലിംഗ് അറൗണ്ട് ആൻ ഇംപ്ലാന്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഫംഗ്ഷൻ. നമ്മളൊരു ഇംപ്ലാന്റ് വെച്ച് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഇയർ ഓഫ് ഫംഗ്ഷൻ 1 to 1.5 മില്ലിമീറ്റേഴ്സ് വരെ ബോൺ ലോസ് അല്ലെങ്കിൽ ബോൺ റീമോഡലിംഗ് ഇസ് ആക്സെപ്റ്റബിൾ. സോ ആദ്യത്തെ വർഷം 1 to 1.5 മില്ലിമീറ്റർ ബോൺ ലോസ് ഉണ്ടാവാം, ഇറ്റ് ഇസ് ഫൈൻ. ആഫ്റ്റർ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഫംഗ്ഷൻ ഇറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി 0.1 മില്ലിമീറ്റർ ഓർ ലെസ്. ആ ഒരു വർഷം കൊണ്ട് ഇംപ്ലാന്റ് നമ്മുടെ ബോഡിയിൽ റീമോഡലിംഗ് ഒക്കെ നടത്തി സെറ്റ് ആയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഉള്ള വർഷങ്ങളിൽ പെർ ഇയർ 0.1 മില്ലിമീറ്റർ മാത്രമാണ് ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ബോൺ ലോസ്. ഇനി നമ്മുടെ ബോഡിയിൽ വെച്ച ഒരു ഇംപ്ലാന്റിന് ഡാമേജിങ് ആയിട്ടുള്ള 2-3 ഫാക്ടേഴ്സ് പറയാം. വൺ ഇസ് ലാക്ക് ഓഫ് ലോഡ് ദാറ്റ് ക്യാൻ ബി ഡെട്രിമെൻ്റൽ ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു കോർട്ടിക്കൽ ബോൺ റിസോപ്ഷൻ. നമ്മളൊരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ക്രൗൺ കൊടുക്കുകയും അതിന് മാസ്റ്റിക്കേറ്ററി ഫോഴ്സസ് ആ ഇംപ്ലാന്റിലോട്ട് കൊടുക്കുകയും ചെയ്യണം. ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് വെൻ ദർ ഇസ് എ ലാക്ക് ഓഫ് ലോഡ്, നമ്മൾ ലോഡൊന്നും കൊടുക്കുന്നില്ല, വെറുതെ ഇംപ്ലാന്റ് സ്ക്രൂ അല്ലെങ്കിൽ ഫിക്സ്ചർ മാത്രം ബോണിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണെങ്കിൽ ദിസ് വിൽ ലീഡ് ടു കോർട്ടിക്കൽ ബോൺ റിസോപ്ഷൻ. ഈ ഫിനോമിനനെ നമ്മൾ സ്ട്രെസ് ഷീൽഡിംഗ് എന്ന് പറയും. ഇറ്റ് ഇസ് സിംപ്ലി ലാക്ക് ഓഫ് ലോഡ് ടു ആൻ ഇംപ്ലാന്റ് ലീഡിംഗ് ടു കോർട്ടിക്കൽ ബോൺ റിസോപ്ഷൻ. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈക്രോ മൂവ്മെൻറ്റ്സ് അറ്റ് ദ ഇംപ്ലാന്റ് ബോൺ ഇൻ്റർഫേസ് എക്സീഡിങ് 150 മൈക്രോമീറ്റേഴ്സ്. 150 മൈക്രോമീറ്റേഴ്സിലും കൂടുതൽ മൈക്രോ മൂവ്മെൻറ്റ്സ് ഹീലിംഗ് പീരീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഇംപ്ലാന്റും ബോണും തമ്മിലുള്ള കണക്ഷൻ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ ബോൺ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഇംപ്ലാന്റ് ബോൺ ഇൻ്റർലോക്കിംഗ് വഴിയാണ് ഉണ്ടാവേണ്ടത്. മോർ ദാൻ 150 മൈക്രോമീറ്റേഴ്സ് ആയിട്ട് മൈക്രോ മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് ഡിഫറൻസിയേഷൻ നടക്കില്ല. അപ്പോൾ ഈ ഫൈബ്രോബ്ലാസ്റ്റുകൾ എന്ത് ചെയ്യും? ഫൈബ്രസ് ടിഷ്യൂ ഫോം ചെയ്യും ആൻഡ് ദ ഫൈബ്രസ് ടിഷ്യൂ ഫോംസ് ബിറ്റ്വീൻ ദ ബോൺ ആൻഡ് ദ ഇംപ്ലാന്റ് സർഫസ്. അതാണ് രണ്ടാമത്തെ ഡെട്രിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. മൂന്നാമത്തത് ടെമ്പറേച്ചർ. Critical temperature for our osteoblast is not exceeding 47 degrees. 47 ഡിഗ്രീസിൽ കൂടുതൽ ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ വയബിലിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ 47 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ അറ്റ് ആൻ എക്സ്പോഷർ ടൈം ഓഫ് 1 minute നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെട്രിമെൻ്റൽ ഫോർ ദ ഇംപ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംപ്ലാന്റ് ഡ്രില്ലിങ്ങിൻ്റെ സമയത്ത് ദർ ഷുഡ് ബി കോപ്പിയസ് എമൗണ്ട് ഓഫ് ഇറിഗേഷൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഡാമേജ് വിൽ ബി ഡൂയിങ്. ഓസ്റ്റിയോബ്ലാസ്റ്റിനെ നമ്മൾ വയബിലിറ്റീനെ നമ്മൾ അഫക്റ്റ് ചെയ്യുകയും ബോൺ ഡെപ്പോസിഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. നമുക്ക് ഇംപ്ലാന്റിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഓരോ സിസ്റ്റത്തിനനുസരിച്ചും ഇംപ്ലാന്റ് പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്ക് കറൻസിയിൽ തന്നിട്ടുള്ള ക്ലാസിക് എക്സ്പ്ലനേഷൻ വെച്ച് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് ഇംപ്ലാന്റ് സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ പെനിട്രേഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ റൗണ്ട് ബർ ഒരു സ്പൈറൽ ഡ്രില്ലാണ്. സ്മോൾ റൗണ്ട് ബർ നമ്മൾ ക്യാവിറ്റി പ്രിപ്പറേഷൻ ആയാലും നമ്മുടെ ഇനീഷ്യൽ പഞ്ച് കട്ട് ഇസ് ഡൺ വിത്ത് എ സ്മോൾ റൗണ്ട് ബർ അല്ലേ, അതുപോലെ സ്മോൾ റൗണ്ട് ബർ അല്ലെങ്കിൽ ഒരു സ്പൈറൽ ഡ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്മോൾ ട്വിസ്റ്റ് ഡ്രിൽ വിച്ച് ഇസ് 2 mm in diameter. ഇറ്റ് ഇസ് മാർക്ക് ടു ഇൻഡിക്കേറ്റ് വേരിയസ് ലെങ്ത്. അപ്പോൾ 2 mm ഡയമീറ്റർ ഉള്ള ട്വിസ്റ്റ് ഡ്രില്ലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് അറ്റ് എ സ്പീഡ് ഓഫ് 800 to 1500 RPM. അടുത്തത് പൈലറ്റ് ഡ്രിൽ ഇസ് യൂസ്ഡ് വിത്ത് എ നോൺ കട്ടിംഗ് ആയിട്ടുള്ള 2 mm ഡയമീറ്റർ ഗൈഡാണ് at the apical end and mid സെക്ഷനിൽ 3 mm ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് കട്ടിംഗ് ഓൾസോ. നോൺ കട്ടിംഗ് ആയിട്ടുള്ള 2 mm ഗൈഡായിരുന്നു, പക്ഷേ മിഡ് സെക്ഷനിൽ 3 mm ഡയമീറ്ററും അതിന് കട്ടിങ്ങും ആണ് താനും. ആൻഡ് ഫൈനലി ദ ഫൈനൽ ഡ്രിൽ ഫോർ എ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഫോർ എ 4 mm implant is a 3 mm twist drill. So that is the final drill. ആദ്യം നമ്മൾ 2 mm ഡയമീറ്റർ ഉള്ള ട്വിസ്റ്റ് ഡ്രിൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പൈലറ്റ് ഡ്രിൽ എടുത്തു. അതിന് നോൺ കട്ടിംഗ് ആയിട്ടുള്ള എൻഡ് ആയിരുന്നു, ഗൈഡായിരുന്നു അപ്പൈക്കൽ എൻഡിൽ. മിഡ് സെക്ഷനിൽ 3 mm ഉണ്ടായിരുന്നു, അത് കട്ടിംഗ് ആയിരുന്നു. ഫൈനൽ ഡ്രില്ല് 3 mm ട്വിസ്റ്റ് ഡ്രിൽ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നൗ വി ഹാവ് സംതിങ് കോൾഡ് കൗണ്ടർ സിങ്ക് ഡ്രില്ലിംഗ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൊറോണൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഓസ്റ്റിയോട്ടമി സൈറ്റിൻ്റെ ക്രിസ്റ്റൽ ആസ്പെക്റ്റിനെ ഒന്ന് ഫ്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്യാവിറ്റി പ്രിപ്പറേഷനിൽ ഗേറ്റ്സ് ഗ്ലിഡൻ ഡ്രില്ല് പഠിച്ചിട്ടുണ്ടല്ലേ, ഏകദേശം അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്രിസ്റ്റൽ ആസ്പെക്ട് ഓഫ് ദ ഓസ്റ്റിയോട്ടമി സൈറ്റിനെ ഫ്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൗണ്ടർ സിങ്ക് ഡ്രില്ലിംഗ്. ഇനി ഇതൊരു സംതിങ് കോൾഡ് ബോൺ ടാപ്പിംഗ്. ഡെൻസ് ആയിട്ടുള്ള കോർട്ടിക്കൽ ബോണിലാണെങ്കിൽ നമ്മൾ ബോൺ ടാപ്പിംഗ് എന്നൊരു പ്രൊസീജിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ബോണിനെ ഒന്ന് വളരെ ഡെൻസ് ആയതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ് ഇൻസേർഷന് മുന്നേ വി ഹാവ് ടു ഡു എ ബോൺ ടാപ്പിംഗ്.
ബോൺ ഡെൻസിറ്റി കുറഞ്ഞ ഒരു സൈറ്റിലാണെങ്കിൽ ദിസ് ബോൺ ടാപ്പിംഗ് ആൻഡ് ഇംപ്ലാന്റ് ഇൻസേർഷൻ നമുക്ക് ചെയ്യണം എന്നില്ല. ബോൺ ടാപ്പിംഗ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വി ക്യാൻ ഗോ ഫോർ ഇംപ്ലാന്റ് ഇൻസേർഷൻ. ബോൺ ടാപ്പിംഗ് ആസ് വെൽ ആസ് ഇംപ്ലാന്റ് ഇൻസേർഷൻ നമ്മൾ വെരി സ്ലോ സ്പീഡിൽ വേണം ചെയ്യാൻ. 20 to 40 RPMs മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഡ്രില്ല് ചെയ്തത് 800 to 1500 RPM സ്പീഡിലായിരുന്നു. ബോൺ ടാപ്പിങ്ങും ഇംപ്ലാന്റ് ഇൻസേർഷനും 20 to 40 RPMs മാത്രം യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നേരത്തെ നമ്മൾ അഡിറ്റീവ് പ്രോസസ്സസിൽ നമ്മൾ ആഡിങ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓൺ ടു ദ സർഫസ് ഓഫ് ഇംപ്ലാന്റ്സ് പറഞ്ഞായിരുന്നു അല്ലേ. അതിൽ BMPs ഓർ ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻസ് ആർ very important. They are osteoinductive growth factors which belong to the TGF-beta superfamily. അതിൽ which BMP has the strongest bone producing activity എന്ന് ചോദിച്ചാൽ it is BMP2. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 BMPs ആണ് BMP3 and BMP7. They are also potent bone morphogenetic proteins. അതിൽ BMP7 is also known as osteogenic protein, osteogenic bone forming, osteogenic protein 1, OP1 എന്ന് പറയുന്നത് BMP7ൻ്റെ വേറെ പേരാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഓർത്തിരിക്കേണ്ട 3 BMPs ആണ് BMPs 2, 3 and 7. അതിൽ സ്ട്രോങ്ങസ്റ്റ് ബോൺ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ഉള്ളത് BMP2-ന്. ഇനി പോസ്റ്റീരിയർ മാക്സിലറി റിഡ്ജ് ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്കവിടെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് സൈനസിൻ്റെ അകത്തോട്ട് കയറ്റി ഒരു ഇംപ്ലാന്റ് വെക്കാൻ പറ്റില്ല വിത്തൗട്ട് പ്രോപ്പർ റിഡ്ജ് ഹൈറ്റ്. അങ്ങനെ നമുക്ക് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് സൈനസ് എലിവേഷൻ ടെക്നിക്ക്. The indications are alveolar bone height in the posterior maxilla that is deficient, that is less than 7 millimeters of vertical bone height. 7 millimeterലും കുറവാണെങ്കിൽ മാത്രമാണ് നമ്മൾ സൈനസ് എലിവേഷൻ ചെയ്യേണ്ടത്. And one more indication is minimum of 5 mm of existing native bone in the alveolar crest is required for a simultaneous implant placement. അതായത് 7 mm ഇല്ലെങ്കിൽ നമ്മൾ സൈനസ് എലിവേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ഇംപ്ലാന്റ് വെക്കണമെങ്കിൽ ഓർ സൈമൾട്ടേനിയസ് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഓഫ് 5 mm ഹൈറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതർവൈസ് വി കനോട്ട് ഗോ ഫോർ സൈമൾട്ടേനിയസ് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ്. ക്രിസ്റ്റൽ ടെക്നിക്കും ഉണ്ട്, ലാറ്ററൽ വിൻഡോ ടെക്നിക്കും ഉണ്ട്. ക്രിസ്റ്റൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആൽവിയോലാർ റിഡ്ജ് ക്രിസ്റ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ സൈനസ് ഫ്ലോർ എലിവേഷൻ ചെയ്യുന്നത്. ഇത് മോഡറേറ്റ് ബോൺ ഹൈറ്റ്, ഒരു 7 to 9 millimeter ബോൺ ഹൈറ്റ് ദാറ്റ് റിക്വയർ ലിമിറ്റഡ് സൈനസ് ബോൺ ഓഗ്മെൻറ്റേഷൻ. ഓൾറെഡി 7 to 9 mm അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ബോൺ ഹൈറ്റ് ഉണ്ട്, ലിമിറ്റഡ് ഓഗ്മെൻറ്റേഷൻ നമുക്ക് മതി എന്നുള്ളപ്പോഴാണ് നമ്മൾ ക്രിസ്റ്റൽ അപ്രോച്ച് പോകുന്നത്. OSFE അഥവാ ഓസ്റ്റിയോടോം സൈനസ് ഫ്ലോർ എലിവേഷൻ എന്നും നമ്മളിതിനെ പറയും. ഓസ്റ്റിയോടോംസ് യൂസ് ചെയ്താണ് നമ്മൾ സൈനസ് ഫ്ലോറിനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നത്. ഇതൊരു ബ്ലൈൻഡ് ടെക്നിക്കാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല സൈനസ് ഫ്ലോറിനെ, ഷ്നെഡേറിയൻ മെംബ്രെയിനെ ഒന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഇസ് എ യൂസ്ഫുൾ ടെക്നിക് ഫോർ ഇൻക്രീസിങ് ദ വെർട്ടിക്കൽ ഹൈറ്റ് അപ് ടു 4 millimeters. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മോഡറേറ്റ് ബോൺ ഹൈറ്റ് ഉള്ള കേസസിലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടാൻ പോകുന്ന വെർട്ടിക്കൽ ബോൺ ഹൈറ്റ് മാക്സിമം ഒരു 4 millimeter ഒക്കെ ആയിരിക്കും, അതിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് ക്രിസ്റ്റൽ അപ്രോച്ച്. അടുത്തത് ലാറ്ററൽ വിൻഡോ ടെക്നിക്ക്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് മാക്സിലറി സൈനസിൻ്റെ ലാറ്ററൽ വോളിൽ നമ്മളൊരു ഓപ്പണിംഗ് ഇടുന്നു, ഫിഗറിൽ കാണാലോ. എന്നിട്ട് ഈ ലാറ്ററൽ വോളിൽ കൂടെയാണ് നമ്മൾ ഷ്നെഡേറിയൻ മെംബ്രെയിനെ എലിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബോൺ ഗ്രാഫ്റ്റും ഈ സ്പേസിൽ ഫില്ല് ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി സുപ്പീരിയർ ടു ദ എക്സിസ്റ്റിംഗ് ആൽവിയോലാർ ബോൺ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമുക്ക് മോർ എമൗണ്ട് ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് ഗെയിൻ കിട്ടും. ക്രിസ്റ്റൽ എലിവേഷനിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഗെയിൻ നമുക്ക് ലാറ്ററൽ വിൻഡോ ടെക്നിക്ക് വഴി കിട്ടും. പ്രൊസീജിയർ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആണെന്ന് മാത്രം. ഇനി നമ്മൾ ഇംപ്ലാന്റ് വെക്കുമ്പോൾ ദ സ്ക്രൂ വിച്ച് വി പ്ലേസ് ഇൻസൈഡ് ദ ബോണിനെ നമ്മൾ ഫിക്സ്ചർ എന്ന് പറയും, ഇംപ്ലാന്റ് ഫിക്സ്ചർ എന്ന് പറയും. ഈ ഇംപ്ലാന്റ് ഫിക്സ്ചർ നമ്മൾ വെക്കുമ്പോൾ 1.5 millimeters ഓഫ് സർക്കംഫറൻഷ്യൽ പെരി ഇംപ്ലാന്റ് ബോൺ ഇസ് റിക്വയർഡ്. ഈ വെക്കുന്ന ഇംപ്ലാന്റിന് ചുറ്റും സർക്കംഫറൻഷ്യലി 1.5 millimeters ബോൺ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് എൻ ഇംപ്ലാന്റ് ഫ്രം അഡ്ജസൻറ്റ് നാച്ചുറൽ ടൂത്ത് ഷുഡ് ബി 1.5 millimeters. അടുത്തുള്ള ടൂത്തുമായിട്ടുള്ള അതിൻ്റെ ക്ലിയറൻസ് 1.5 millimeters ഉണ്ടാവണം. അതുപോലെ വെൻ വി കീപ് 2 implants, ഡിസ്റ്റൻസ് ഓഫ് എൻ ഇംപ്ലാന്റ് ഫ്രം ദി അഡ്ജസൻറ്റ് ഇംപ്ലാന്റ് ഷുഡ് ബി 3 millimeters. ഇത് MCQസിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മില്ലിമീറ്റർ വിട്ടുള്ള 2 ഇംപ്ലാന്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് എത്ര mm സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 ഇംപ്ലാന്റിൻ്റെയും അഡ്ജസൻറ്റ് ടൂത്തിൽ നിന്നുള്ള 1.5 millimeters കൂട്ടണം, 2 ഇംപ്ലാന്റിൻ്റെയും ഡയമീറ്റേഴ്സ് കൂട്ടണം, 2 ഇംപ്ലാന്റ്സിൻ്റെയും ഇടയിലുള്ള 3 millimeters നമ്മൾ കൂട്ടണം. ഇതായിരിക്കും ടോട്ടൽ സ്പേസ് റിക്വയർഡ് ഫോർ പ്ലേസിങ് 2 implants.
ശരിക്കും ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ഇംപ്ലാന്റ് ഷുഡ് ബി 3 millimeters എന്ന് പറയുന്നത് എവറി ഇംപ്ലാന്റ് റിക്വയർസ് സർക്കംഫറൻഷ്യലി 1.5 millimeters എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. കാരണം 2 ഇംപ്ലാന്റ്സ് വെക്കുമ്പോഴത്തേക്കും ഈ ഇംപ്ലാന്റിനും അതിന് ചുറ്റും 1.5 mm വേണം, അപ്പുറത്തിരിക്കുന്ന ഇംപ്ലാന്റിനും അതിൻ്റെ ചുറ്റും 1.5 mm വേണം. സോ അത് രണ്ടും കൂടെ കൂട്ടിയാണ് 3 millimeter സ്പേസ് ബിറ്റ്വീൻ 2 ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതെങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 millimeter ഡയമീറ്റർ ഉള്ള ഒരു ഇംപ്ലാന്റിന് ഒരു മീസിയോഡിസ്റ്റൽ സ്പേസ് ഓഫ് 7 millimeters ആവശ്യമുണ്ട്. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ 1.5 millimeters ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഒരു ഇംപ്ലാന്റിനാണെങ്കിൽ 7 mm, 2 ഇംപ്ലാന്റിനാണെങ്കിൽ 14 mm, 3 ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യണമെങ്കിൽ 21 mm. അങ്ങനെയാണ് കറൻസിയിൽ കാൽക്കുലേഷൻ കൊടുത്തിരിക്കുന്നത്. ഫിക്സ്ചർ കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്താ? അബട്ട്മെൻറ്റ്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ സിമ്പിൾ ടേംസ് നമ്മൾ ഒരു കട്ട് ചെയ്ത ടൂത്ത് പോലെ ഇരിക്കും. നമ്മൾ ക്രൗൺ കൊടുക്കാൻ വേണ്ടി ടൂത്ത് പ്രിപ്പറേഷൻ ചെയ്യില്ലേ, ടൂത്ത് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു ക്രൗൺ പോലെ, ഒരു സ്റ്റംപ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ക്രൗൺ കൊടുക്കാൻ. അപ്പോൾ ഈ ഇംപ്ലാന്റും അബട്ട്മെൻറ്റും തമ്മിലുള്ള കണക്ഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. 3 ടൈപ്പ് ഓഫ് കണക്ഷൻ ഉണ്ട്. എക്സ്റ്റേണൽ കണക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെക്സ് എന്ന് പറയും. ഇന്റേണൽ കണക്ഷൻ ഉണ്ട്. സോളിഡ് ബോഡി ഇംപ്ലാന്റ് ഉണ്ട്. എക്സ്റ്റേണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിക്സ്ചറിൽ ഒരു റേസ്ഡ് ഹെക്സഗണൽ പോർഷൻ ഉണ്ടാകും. ആ ഹെക്സഗണൽ ഏരിയ ഉള്ളത് കാരണമാണ് അതിനെ എക്സ്റ്റേണൽ ഹെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ചാൻസസ് ഓഫ് സ്ക്രൂ ലൂസനിങ്. അതുപോലെ തന്നെ നമ്മൾ ബോൺ ലോസും കണ്ടിട്ടുണ്ട് എക്സ്റ്റേണൽ ഹെക്സ് ഉള്ള ഇംപ്ലാന്റ്സിന്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കൂടുതലും ഫേവർ ചെയ്യുന്നത് ഇന്റേണൽ കണക്ഷൻ ഇംപ്ലാന്റ് ആണ്. അത് ഇന്റേണൽ ഹെക്സ് എന്ന് പറയാറുണ്ട്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എ മിസ്നോമർ ബിക്കോസ് എവറി ടൈം ഇറ്റ് ഇസ് നോട്ട് ഹെക്സഗണൽ ഇൻ ഷേപ്പ്. പല ജോമെട്രിക്കൽ ഷേപ്സിൽ അത് വരാറുണ്ട്. അതിനകത്ത് അബട്ട്മെന്റിന് ഒരു ഇന്റേണൽ കണക്ഷനാണ് ഇൻ ടു ദ ഇംപ്ലാന്റ് ഫിക്സ്ചർ. ഇനി സോളിഡ് ബോഡി ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് എസ് എ സിംഗിൾ ബോഡി. ഇംപ്ലാന്റും അബട്ട്മെന്റും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോ അഡ്ജസ്റ്റ്മെന്റ് ഇസ് പോസിബിൾ. നമ്മൾ എക്സാക്ട് പൊസിഷനിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ വി കാൺ ഡു എനി അഡ്ജസ്റ്റ്മെന്റ്സ്. അനദർ കോൺസെപ്റ്റ് ഇസ് പ്ലാറ്റ്ഫോം സ്വിച്ചിങ്. നമ്മൾ പറഞ്ഞു ഇംപ്ലാന്റ് ഫിക്സ്ചറും അബട്ട്മെൻറ്റും തമ്മിലുള്ളൊരു കണക്ഷനുണ്ട് അല്ലേ. നമ്മൾ യൂഷ്വലി ഈ ഇംപ്ലാന്റ് ഫിക്സ്ചറിനും അബട്ട്മെൻറ്റിനും സിമിലർ സൈസിലാണ് നമ്മൾ എടുക്കാറ്. ദിസ് ഇസ് നോൺ ആസ് പ്ലാറ്റ്ഫോം മാച്ചിങ്. ആ ഫിക്സ്ചർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനോട് മാച്ച് ചെയ്യുന്ന സൈസിലായിരിക്കും നമ്മൾ അബട്ട്മെൻറ്റിനെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം മാച്ചിങ്ങിൽ നിന്നും പ്ലാറ്റ്ഫോം സ്വിച്ചിങ്ങിലോട്ടാണ് ന്യൂവർ കോൺസെപ്റ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് യൂസിങ് നാരോ അബട്ട്മെൻറ്റ് ഓൺ എ വൈഡർ ഇംപ്ലാന്റ്. നമ്മൾ പ്ലാറ്റ്ഫോമിനെ സ്വിച്ച് ചെയ്തു. പ്ലാറ്റ്ഫോം കുറച്ചും കൂടി അല്ലെങ്കിൽ ഫിക്സ്ചർ കുറച്ചും കൂടി ബ്രോഡർ ആക്കി. അപ്പം ബ്രോഡർ ബേസ് ആകുമ്പോഴത്തേക്കും ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബെറ്റർ. ഇതിൻ്റെ പുറത്തൊരു നാരോവർ അബട്ട്മെൻറ്റും നാരോ പ്രോസ്തെറ്റിക് പാർട്ടും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ക്രിസ്റ്റൽ ബോൺ ലോസ് ഇസ് ഫൗണ്ട് ടു ബി ലെസ്സർ. So using narrow abutments on wider implant base is known as platform switching. ഇനി നമ്മൾ കൊടുത്ത അബട്ട്മെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് ക്രൗണിനെ കൊടുക്കണം അല്ലേ. ദാറ്റ് ഇസ് അവർ അൾട്ടിമേറ്റം. ഒരു ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ക്രൗൺ ആണ് നമ്മളുടെ പേഷ്യൻറ്റിന് ആവശ്യം. ഇനി ക്രൗൺ ടു അബട്ട്മെൻറ്റ് കണക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. അത് സിമെൻറ്റ് റീറ്റെയിൻഡ് ഉണ്ട്, സ്ക്രൂ റീറ്റെയിൻഡ് ഉണ്ട്, പിന്നെ സ്ക്രൂമെൻറ്റബിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രൗണും കൂടെ ഉണ്ട്. യു നോ വാട്ട് ഇസ് സിമെൻറ്റ് റീറ്റെയിൻഡ്. നമ്മളിപ്പം FPDs ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായാലും നമ്മൾ കട്ട് ചെയ്ത ക്രൗണിൻ്റെ മുകളിലോട്ട് ല്യൂട്ടിങ് സിമെൻറ്റ്സ് യൂസ് ചെയ്ത് ക്രൗണിനെ ല്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമെൻറ്റ് റീറ്റെയിൻഡ് എന്ന് പറയുന്നത്. സ്ക്രൂ റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൗണിൽ ഒരു സ്ക്രൂ ഉണ്ടാവും. ഈ സ്ക്രൂ വഴിയായിട്ടാണ് ക്രൗണും അബട്ട്മെൻറ്റും തമ്മിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സീ ദ ഫിഗർ. ഓക്കെ. എന്നിട്ട് ഈ ദിസ് ഇസ് അൺഈസ്തെറ്റിക് അല്ലേ, ഒരു സ്ക്രൂവിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ ക്രൗണിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോർഷനെ ഒരു ടൂത്ത് കളർഡ് റെസ്ട്രേറ്റീവ് മെറ്റീരിയൽ വെച്ച് അടയ്ക്കും. അടുത്തത് ഹൈബ്രിഡ് ക്രൗൺ അല്ലെങ്കിൽ സ്ക്രൂമെൻറ്റബിൾ ക്രൗൺ എന്ന് പറയും. അതായത് സ്ക്രൂവബിളുമാണ് സിമെൻറ്റബിളുമാണ്. ദാറ്റ് ഇസ് സ്ക്രൂമെൻറ്റബിൾ. അതിലെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ക്രൗൺ ഇസ് ഓൾറെഡി സിമെൻറ്റഡ് ടു എ ടൈറ്റാനിയം അബട്ട്മെൻറ്റ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് സെൽഫ്. എന്നിട്ട് ഈ ക്രൗൺ അലോങ് വിത്ത് അബട്ട്മെൻറ്റ് ഇസ് സ്ക്രൂഡ് ടു ദ ഇംപ്ലാന്റ് ഫിക്സ്ചർ. അതാണ് ഹൈബ്രിഡ് ക്രൗൺ എന്ന് പറയുന്നത്. അതത്ര കോമൺലി യൂസ്ഡ് അല്ല ഇപ്പോൾ. പിന്നെ ലാസ്റ്റ് നമുക്ക് ലിംഗ്വൽ സെറ്റ് സ്ക്രൂസ് എന്ന് പറഞ്ഞ് ഒരു സെറ്റ് ഓഫ് ഇതും കൂടി ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലേബിയലി പ്ലേസ്ഡ് ആയിട്ടുള്ള ടീത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലിംഗ്വൽ സെറ്റ് സ്ക്രൂസ്. വെറുതെ പേര് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ലിംഗ്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫോർ ടൂത്ത് വിച്ച് ആർ പ്ലേസ്ഡ് 2 ലേബിയലി. ഇനി ആൻറ്റിസിപ്പേറ്റഡ് പാപ്പില്ല ഹൈറ്റ്.
നമുക്ക് അറിയാം ടാർനോത്ത് എന്നൊരു കോൺസെപ്റ്റാണ്. 2 നാച്ചുറൽ ടൂത്തിൻ്റെ ഇടയിൽ മോർ ദാൻ 5 mm അറ്റ്ലീസ്റ്റ് 5 mm എങ്കിലും പാപ്പിലറി ഹൈറ്റ് വേണം എന്നാണ് ടാർനോ പറഞ്ഞത്. വെൻ ദിസ് ഇസ് ബിറ്റ്വീൻ എ ടൂത്ത് ആൻഡ് എൻ ഇംപ്ലാന്റ് ഇറ്റ് ഷുഡ് ബി 4.2 mm ആൻഡ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ഇംപ്ലാന്റ്സ് ഇറ്റ് ഷുഡ് ബി 3.4 mm. ആ വാല്യൂസ് ഓർത്ത് വെക്കണേ. 2 നാച്ചുറൽ ടൂത്തിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് 5 mm എങ്കിലും പാപ്പിലറി ഹൈറ്റ് ഉണ്ടാവണം. ഒരു ടൂത്ത് ഒരു ഇംപ്ലാന്റും ആകുമ്പോഴത്തേക്കും 4.2, 2 ഇംപ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും 3.4 mm. 2 ടേംസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. ഇംപ്ലാന്റ് കോപ്പിംഗ് ആൻഡ് ഇംപ്ലാന്റ് അനലോഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതും കൂടി എന്താണെന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇംപ്ലാന്റ് കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നമ്മൾ ഇംപ്ലാന്റ് ഫിക്സ്ചർ വെച്ചു, അതിൻ്റെ മുകളിൽ അബട്ട്മെൻറ്റ് വെച്ചു. ഈ അബട്ട്മെൻറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇംപ്ലാന്റ് കോപ്പിംഗ്. ഇത് വെച്ച് വേണം നമ്മൾ ഇംപ്രഷൻ എടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ടിഷ്യൂ കോണ്ടൂർസ് എല്ലാം ഫൈനൽ ഇംപ്രഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പിംഗ് വെച്ച് ഇംപ്രഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ കൊളാപ്സ് നടക്കും നമ്മൾ ഇംപ്രഷൻ എടുക്കുന്ന സമയത്ത്. ഇനി ഇംപ്ലാന്റ് അനലോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ ബോണിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഫിക്സ്ചറിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇംപ്ലാന്റ് അനലോഗ്. അത് ലബോറട്ടറി യൂസിനുള്ളതാണ്. നമ്മൾ ഓൾറെഡി പേഷ്യൻ്റെ ബോണിൻ്റെ അകത്ത് വെച്ച ഇംപ്ലാന്റ് ക്ലിനീഷ്യന് ഇതിൻ്റെ മുകളിൽ എക്സാക്ട് ഫിറ്റ് ആയിട്ടുള്ളൊരു ക്രൗണാണ് വേണ്ടത് അല്ലേ. അത് ലാബ് ടെക്നീഷ്യൻ എങ്ങനെ അറിയും? അപ്പോൾ ലാബ് ടെക്നീഷ്യൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഇംപ്ലാന്റിനെ അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇംപ്ലാന്റ് അനലോഗ്. അപ്പോൾ ഇംപ്രഷനിൽ അല്ലെങ്കിൽ കാസ്റ്റിൽ ഇംപ്ലാന്റ് അനലോഗിലാണ് നമ്മളുടെ കോപ്പിംഗ് തന്ന സോഫ്റ്റ് ടിഷ്യൂ റെഫറൻസസ് ഒക്കെ അനുസരിച്ചാണ് ലാബ് ടെക്നീഷ്യൻ ക്രൗൺ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇംപ്ലാന്റ് ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. സോ ഞാൻ വളരെ ഷോർട്ടാക്കി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറൻസി എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് റിലേറ്റഡ് ടു ഇംപ്ലാന്റ്. അപ്പം അതിൽ പലതും നമുക്ക് ആവശ്യമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പലതും നമുക്ക് ആവശ്യമില്ല. എന്നിരുന്നാലും വെൻ യു ഗോ ത്രൂ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ യു കോൺടാക്ട് മീ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇംപ്ലാന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയാലും ഇതിലില്ലാത്തത് വേറെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. വിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു.